നമസ്കാരമുണ്ട് പ്രിയ മിത്രങ്ങളെ. ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. കാലം തെറ്റിയുള്ള മഴ ഇപ്പോൾ പതിവ് സംഭവമായിരിക്കുന്നു. പലയിടത്തും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ നമ്മുടെ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങളല്ലേ മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ചെയ്യുന്നത്. മഴയാണെങ്കിൽ പെയ്യേണ്ട സമയത്ത് വരില്ല. ഇത്തവണ വേനൽ അതികഠിനമായി, ചൂട് വർദ്ധിച്ചു. അങ്ങനെ ഒരു വേനൽക്കാലത്തിന്റെ അവസാനമായി തുടങ്ങി. ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ആകാശത്ത് കാർമേഘം നിറയാൻ തുടങ്ങി. ഇന്നെങ്കിലും ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. നെറ്റിയിൽ പൊടിയുന്ന വിയർപ്പ് പുറം കൈകൊണ്ട് തുടയ്ക്കുന്നതിനിടയിൽ സീമ ചിന്തിച്ചു. 34 വയസ്സുണ്ട് സീമയ്ക്ക്. ഇപ്പോൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസം. വർഷങ്ങളായി ഭർത്താവ് ഗൾഫിലാണ്. ഒരു മകനുള്ളത് പഠിക്കുന്നു. വേനലവധി ആയതുകൊണ്ട് അച്ഛന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ സീമ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒരു പണിക്കാരൻ, കുട്ടൻ എന്നാണ് അവന്റെ പേര്. ആ നാട്ടിൽ എല്ലാവരുടെയും വീട്ടുപറമ്പിൽ പണി ചെയ്തു കൊടുത്തിരുന്നത് കുട്ടനായിരുന്നു. സീമയ്ക്ക് അത്യാവശ്യം വേണ്ട വീട്ടു സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും കടയിൽ പോകുന്നതുമെല്ലാം കുട്ടൻ തന്നെയാണ്. കുട്ടൻ ഒരു ഏകദേശം 40-45 വയസ്സുണ്ടാകും. വീട്ടിൽ കുറെ സ്ഥലമുണ്ട്. പുറകുവശത്ത് ഒരു 50 സെന്റെങ്കിലും കാണും. അവിടെയുള്ള പണിയെല്ലാം കുട്ടനാണ് ചെയ്യുന്നത്. സീമ അകത്തെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ക്ലോക്കിലേക്ക് നോക്കി. സമയം 5 മണിയാകുന്നു. എന്നും ഭർത്താവ് 4 മണിക്ക് വീഡിയോ കോൾ ചെയ്യുന്നതാണ്. ഇന്ന് എത്ര നേരമായിട്ടും വിളിച്ചില്ലല്ലോ. പതിവില്ലാതെ ഉച്ചയുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയതും പെട്ടെന്ന് കണ്ണഞ്ചപ്പിക്കുന്ന ഒരു പ്രകാശം ജനലിൽ കൂടി ഉള്ളിലേക്ക് വന്നു. ഒപ്പം കാതടപ്പിക്കുന്ന ഒരു ഇടിയൊച്ചയും. മുറ്റത്ത് ചരൽ വാരി എറിയുന്നത് പോലെ ഒച്ചയോടെ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. വളരെ നാളിന് ശേഷം പെയ്യുന്ന മഴ, പുതുമഴയിൽ നനഞ്ഞ മണ്ണിന്റെ പുതുമണം. സീമ ആ മണം ആസ്വദിച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി. ഒരു കൊച്ചുകുട്ടി മഴ ആസ്വദിക്കുന്ന ഭാവത്തിൽ സീമ മഴ നോക്കി നിന്നു. ചെറിയ ചെറിയ ഇടിയും മിന്നലും ഒപ്പം മഴയ്ക്ക് ശക്തി കൂടുകയാണ്. അപ്പോഴാണ് വരാന്തയുടെ അങ്ങേയറ്റത്തൊരു അനക്കം. സീമ നോക്കുമ്പോൾ കുട്ടൻ വരാന്തയുടെ മൂലയിൽ അവന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ആ കുട്ടിത്തോർത്തും പുതച്ചിരിക്കുന്നു. നീ എപ്പോഴാടാ കുട്ടാ വന്നത്? സീമ അവനോട് ചോദിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. ഞാൻ ഇടിവെട്ടിയപ്പോ ഓടിക്കയറിയതാ മോളെ. അവന്റെ മുഖത്ത് എപ്പോഴുമുള്ള നിഷ്കളങ്ക ചിരിയോടെ കുട്ടൻ പറഞ്ഞു. അവൻ ആ നാട്ടിൽ ഏറ്റവും ഇഷ്ടം സീമയോടാണ്. കാരണം അവൾ മാത്രമേ അവനെ കുട്ട എന്ന് വിളിക്കാറുള്ളൂ. ബാക്കിയുള്ളവർ അവനെ എടാ എന്നും ദാ എന്നും ബൊട്ട എന്നും ഒക്കെയാണ് വിളിക്കാറ്. തന്നെയുമല്ല, മിക്കവാറും എല്ലാ ദിവസവും സീമയാണ് അവന് ഭക്ഷണം കൊടുക്കുന്നത്. വീട്ടിലെ ഒരു അംഗത്തിനോടെന്ന വണ്ണമാണ് സീമ അവനോട് പെരുമാറുന്നത്. അതുകൊണ്ടാണ് കുട്ടന് പ്രായമുണ്ടായിട്ടും ഇടയ്ക്ക് അവൻ ചേച്ചി എന്ന് വിളിക്കുന്നത്. മഴയ്ക്ക് ശക്തി കൂടുന്നതിനൊപ്പം മഴവെള്ളം മുറ്റത്ത് നിറയാൻ തുടങ്ങി. മുറ്റത്തിന് സൈഡിൽ മഴവെള്ളം ഒലിച്ചു പോകാൻ വെച്ചിരുന്ന പൈപ്പ് വല്ല കരിയിലെയും വീണ് അടഞ്ഞിരിക്കുമായിരിക്കും. സീമ ഓർത്തു. അത് ശരിയാക്കിയില്ലെങ്കിൽ മുറ്റമാകെ ചെളിയാകുമല്ലോ. രാ കുട്ടാ, ആ പൈപ്പിലൂടെ വെള്ളം വെളിയിലേക്ക് പോകുന്നില്ല. നീ അതൊന്ന് ശരിയാക്കാമോ? സീമ അവനോട് ചോദിച്ചു. അത് കേട്ട പാതി കുട്ടൻ ചാടി എഴുന്നേറ്റ് താനിട്ടിരുന്ന നിറം മങ്ങിയ ഷർട്ട് അഴിച്ചു മാറ്റി. അവന്റെ കുട്ടിത്തോ തലയിൽ ചുറ്റിക്കൊണ്ട് കൈലിയും അഴിച്ചു മാറ്റി മഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. അവൻ വരാന്തയിലെ പടിയിലേക്ക് ഇറങ്ങി കൈകൾ നീട്ടി മഴവെള്ളം കൈക്കൊമ്പിളിൽ പിടിച്ച് ബോത്തേക്കൊഴിച്ചുകൊണ്ട് സീമയെ നോക്കി താൻ തയ്യാറാണെന്നറിയിച്ചു. സീമ അവനെ പൈപ്പ് കാണിച്ചു കൊടുത്തതും കൈകൾ രണ്ടും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. പെട്ടെന്നാണ് സീമ തന്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. അവൾ അകത്തേക്ക് കയറി ഫോൺ എടുത്തു. ഗൾഫിൽ നിന്ന് ഭർത്താവിന്റെ വീഡിയോ കോൾ. സീമ ഇയർഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് കാളെടുത്തു. ഫോണിൽ തന്റെ ഭർത്താവിന്റെ മുഖം. ഇന്ന് കുറച്ച് തിരക്കായിരുന്നു, അതാ വിളിക്കാൻ താമസിച്ചത്. അവളുടെ ഭർത്താവ് മോഹനൻ പറഞ്ഞു. ആണോ? ഇവിടെ ദാ നല്ല മഴയാണ്, സീമ മറുപടി നൽകി. ആ വെള്ളം പോകുന്ന പൈപ്പ് അടഞ്ഞെന്നാ തോന്നുന്നത്. മുറ്റത്തൊക്കെ വെള്ളം നിറയുന്നു. കുട്ടൻ അത് ശരിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മോഹനന് കാണുവാനായി ഫോണിന്റെ ബാക്ക് ക്യാമറ ഓൺ ചെയ്തു. ഇപ്പോൾ മഴയിൽ നനഞ്ഞ കുട്ടൻ ആ പൈപ്പിനുള്ളിൽ ഒരു കമ്പ് കയറ്റി പൈപ്പിലെ ബ്ലോക്ക് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. അവന്റെ ശ്രമത്തിന് ഫലം കണ്ടു. ഇപ്പോ മുറ്റത്ത് നിറഞ്ഞ മഴവെള്ളം പൈപ്പിലൂടെ വെളിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഒരു കൊച്ചുകുട്ടി എന്തോ മഹാകാര്യം ചെയ്ത് വിജയിച്ച ഭാവത്തിൽ കുട്ടൻ സീമയെ നോക്കി ഒന്ന് ചിരിച്ചു. ദാണ്ടടാ കുട്ടാ, മോഹനൻ ചേട്ടൻ ദാ ഇതിലൂടെ നിന്നെ കാണുക, സീമ അവനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടൻ എന്താണ് സംഭവം എന്ന് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും മോഹനൻ ചേട്ടൻ തന്നെ കാണുന്നുണ്ടെന്ന് മനസ്സിലായി.
അവൻ ആ മഴയത്ത് നിന്നുകൊണ്ട് ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിന്നു. അവന്റെ ദേഹത്തെ നനഞ്ഞു തോർത്ത് അപ്പോഴാണ് മോഹനൻ ശ്രദ്ധിച്ചത്. നീ അവനെ ഒന്ന് സൂം ചെയ്തേ. മോഹനൻ പറഞ്ഞപ്പോൾ സീമ അവനെ മോഹൻ ചേട്ടൻ അടുത്ത് കാണാൻ സൂം ചെയ്തു കൊടുത്തു. മുട്ടോളം എത്തുന്ന നനഞ്ഞ തോർത്ത് അവന്റെ ദേഹത്ത് ഒട്ടിക്കിടക്കുന്നു. അവൻ അടിയിലൊന്നും ഇട്ടിട്ടില്ല. അവന്റെ പൗരുഷം വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും മോഹനൻ ഏറെക്കുറെ കണ്ടു. മോഹനൻ സീമയോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സീമേ, നീ ആനയുടെ തുമ്പിക്കൈ കണ്ടോ? എന്താ മോഹനേട്ടാ? ആരുടെ തുമ്പിക്കൈയുടെ കാര്യമാ? കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ സീമ ചോദിച്ചു. മോഹനൻ പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് സീമയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായത്. ഛേ, ഈ മോഹനേട്ടന്റെ ഒരു കാര്യം. അവൾ ബാക്ക് ക്യാമറ മാറ്റി ഫ്രണ്ട് ക്യാമറ ആക്കി. പെട്ടെന്നാണ് ശക്തിയോടെ ഒരു ഇടിവെട്ടിയത്. അവിടെ ഇടിയും മിന്നലുമാണല്ലോ. ശരി, ഫോൺ വെച്ചേരെ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മോഹനൻ ഫോൺ കട്ട് ചെയ്തു. കുട്ടൻ അപ്പോഴും മഴ നനഞ്ഞു നിൽക്കുകയാണ്. സീമ അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ അറിയാതെ താഴേക്ക് പോയി. അവൾ ഞെട്ടിപ്പോയി. ചീ, താൻ എന്താണ് നോക്കുന്നത്? അവൾക്ക് സ്വയം നാണം തോന്നി. ഇന്ന് വരെ താൻ ആരെയും ഇങ്ങനെ നോക്കിയിട്ടില്ലല്ലോ. പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ? മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും സീമയ്ക്ക് കുട്ടന്റെ പൗരുഷത്തിൽ നിന്ന് കണ്ണെടുക്കാനായില്ല. കാന്ത ഇരുമ്പിനെ എന്നവണ്ണം സീമയുടെ കണ്ണുകളെ കുട്ടന്റെ പൗരുഷം ആകർഷിച്ചു നിർത്തി. താഴെ വീണ് കിടന്ന ഒരു റോസാച്ചെടി തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് കുട്ടൻ സീമയുടെ നേരെ തിരിഞ്ഞു. ചേച്ചി, ഇതെവിടെയാ വെക്കുന്നേ? അവന്റെ ചോദ്യം അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തി. അത് എവിടെ വേണമെങ്കിലും വെക്കടാ കുട്ടാ. അങ്ങനെ പറയുമ്പോഴും അവളുടെ മനസ്സിൽ കുട്ടന്റെ പൗരുഷമായിരുന്നു. കുട്ടൻ ആ റോസാച്ചെടി മറ്റു ചെടികൾക്കിടയിലേക്ക് വെച്ചു. ചേച്ചി, ഇത്തിരി സോപ്പ് തരാമോ? ഞാനും കുളിച്ചിട്ട് കയറാമായിരുന്നു. സീമയെ നോക്കി അവൻ ചോദിച്ചു. ചില ദിവസങ്ങളിൽ കുട്ടൻ ആ വീടിന് പുറകുവശത്തുള്ള പൈപ്പിൻ ചുവട്ടിലാണ് കുളിക്കാറ്. ശരി, നീ പുറകുവശത്തേക്ക് വാ, ഞാൻ സോപ്പെടുത്ത് തരാം. സീമ അവനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. സീമ എന്ന മധ്യവയസ്ക വീട്ടമ്മയുടെ അണഞ്ഞു കിടന്നിരുന്ന കാമത്തിന്റെ വെടിമരുന്ന് കൂനയിലേക്ക് എവിടെ നിന്നോ ഒരു തീപ്പരി വീഴുകയായിരുന്നു. സോപ്പെടുക്കാനായി ബാത്റൂമിൽ കയറിയ സീമ അവിടുത്തെ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം കണ്ടു. അവൾ ആ കണ്ണാടിയിലെ തന്റെ രൂപം നോക്കി. 34 വയസ്സായെങ്കിലും ഇപ്പോഴും നല്ല മുടി, വട്ടമുഖത്തെ വലിയ കണ്ണുകളും അല്പം തടിച്ചു മലർന്ന ചുണ്ടുകളും നല്ല അഴകാർന്ന ശരീരവും. സീമയുടെ ശരീരം അല്പം തടിച്ചതാണ്. സീമ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. അവൾ എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നവണ്ണം ശ്വാസം അടക്കി. തന്റെ അടിവയറ്റിൽ എന്തൊക്കെയോ പുകയാൻ തുടങ്ങുന്നത് അവൾ അറിഞ്ഞു. ചേച്ചിയെ, സോപ്പ് കൊണ്ടുപോയോ? എനിക്ക് തണുക്കുന്നു. പുറകുവശത്ത് നിന്ന് കുട്ടന്റെ ശബ്ദം. അവൾ വേഗം സോപ്പുമായി വീടിന്റെ പുറകിൽ തന്നെയും കാത്തു നിന്ന കുട്ടന്റെ അടുത്തേക്ക് അടുക്കള വഴി ഇറങ്ങിച്ചെന്നു. അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ആ സോപ്പ് അവന് നൽകി. അവൻ അതുമായി പൈപ്പിന്റെ നേരെ നടന്നു. ഇപ്പോൾ മഴ ചെറുതായി ചാർന്നതേ ഉള്ളൂ. അവൻ ബക്കറ്റിൽ നിന്നും കപ്പിൽ വെള്ളം കോരി ദേഹത്തൊഴിച്ചുകൊണ്ട് സോപ്പ് തേക്കാൻ തുടങ്ങി. കൊച്ചുകുട്ടികളെ പോലെ വയറിലും കയ്യിലും സോപ്പ് നന്നായി തേച്ചു. സീമയാണെങ്കിൽ അവൻ ചെയ്യുന്നത് നോക്കി അടുക്കള വാതുക്കൽ തന്നെ നിൽക്കുകയാണ്. സീമ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി. അവൾ വേഗം അകത്തെ ബാത്റൂമിലേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന തൈലവുമായി വെളിയിലേക്ക് വന്നു. അപ്പോഴേക്കും കുട്ടൻ വെള്ളമൊഴിച്ച് ദേഹത്തെ സോപ്പ് പൊതയൊക്കെ കളഞ്ഞിരുന്നു. കുട്ടാ, എന്റെ പുറത്ത് ഈ എണ്ണയൊന്ന് തേച്ചു തരാമോ? അവന്റെ അടുത്തേക്ക് എന്നുകൊണ്ട് അവൾ ചോദിച്ചു. കുട്ടൻ സീമയെ നോക്കി. അതിനെന്താ ചേച്ചി, തേച്ചു തരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ തൈലക്കുപ്പി അവളിൽ നിന്നും വാങ്ങി. ചേച്ചി ഇവിടെ ഇരുന്നു, അവൻ പൈപ്പിൻ ചൂട്ടിലെ കല്ല് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് വേണ്ടടാ, ആ ബാത്റൂമിലേക്ക് പോകാം. ആ പൈപ്പിന് അല്പം അകലെയുള്ള ബാത്റൂം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീമ പറഞ്ഞു. വീട് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ സ്റ്റോർ റൂമായി ഉപയോഗിച്ച ഷെഡിനെ പിന്നീട് ബാത്റൂമാക്കിയതായിരുന്നു. സീമ മുൻപേയും കുട്ടൻ അവളുടെ പുറകെയും അങ്ങോട്ടേക്ക് നടന്നു. സീമ അതിന്റെ വാതിൽ തുറന്ന് ഉള്ളിൽ കയറി. അതിനുള്ളിലെ സ്വിച്ച് ഇട്ടു. വലിയൊരു മുറിയുടെ വലിപ്പമുണ്ടായിരുന്ന അതിൽ ഒരു യൂറോപ്യൻ ക്ലോസറ്റും ഷവറും തുണി കഴുകാനായി ഏകദേശം 2 അടിയോളം പൊക്കമുള്ള ഒരു സ്ലാബും ഉണ്ടായിരുന്നു. അതിന്റെ ഭിത്തിയിൽ ഒരാൾ പൊക്കമുള്ള വലിയൊരു കണ്ണാടിയും പതിച്ചിരുന്നു. കുട്ട, ആ വാതിലം അടച്ചേരെ. സീമയുടെ സ്വരത്തിൽ നേരിയ വിറയലുണ്ടായിരുന്നു. കാമാഗ്നിയിൽ സീമ എന്ന 34-കാരി വീട്ടമ്മയുടെ വികാരങ്ങൾ പുകയാൻ തുടങ്ങി. കാമത്തിന്റെ മാസ്മരികതയിൽ അവരെല്ലാം മറന്നു. ഒരു അന്യപുരുഷന്റെ മുൻപിൽ സഹിക്കാൻ പറ്റുന്നില്ല. സീമ സാവധാനം കുട്ടന് പുറംതിരിഞ്ഞിരുന്നു. അവൻ തൈലക്കുപ്പി തുറന്ന് ഇടത് കൈക്കുമ്പിലേക്ക് തൈലം ഒഴിച്ചുകൊണ്ട് കുപ്പി മാറ്റിവെച്ചു. 2 കൈപ്പത്തിയിലേക്കും തൈലം തേച്ചുകൊണ്ട് കുട്ടൻ അല്പം കൂടി സീമയുടെ അടുക്കലേക്ക് നീങ്ങി. കൈപ്പത്തിയിലെ തൈലം സീമയുടെ കഴുത്തിലും തോളിലും തേച്ചു.
അവന്റെ കൈകൾ തന്റെ ദേഹത്ത് തൊട്ടപ്പോൾ ഒരു മിന്നൽ കടന്നു പോയതുപോലെ തോന്നി സീമയ്ക്ക്. പിന്നെ ആ കൈകൾ എവിടൊക്കെ പോയെന്നോ എല്ലാം കുട്ടന് മാത്രമേ അറിയൂ.